ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആർസണൽ വേഴ്സ് ന്യൂ കാസൽ യുണൈറ്റഡുമായിട്ടുള്ള മത്സരത്തെക്കുറിച്ചുള്ള റിവ്യൂ ആണ് ഗായ്സ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കർബാവോ കപ്പ് സെമി ഫൈനൽ റൗണ്ടിൽ 2-0 എന്ന ഗോൾ സ്കോറിൽ വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നു ആർസണൽ തോൽവി വഴങ്ങിയിരിക്കുന്നത്. കാരണം ഒരു തേങ്ങയും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നില്ല ആർസണലിനെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ ഇത്രയും വേസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു മത്സരത്തെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഡിഫൻസ് പാളിപ്പോന്ന് മിഡിലാണെങ്കിലും ഒന്നും ഈ ഒരു മത്സരത്തിൽ കുറച്ചെങ്കിലും ഒന്നും എനിക്ക് ബെറ്റർ എന്ന് പറയാൻ വേണ്ടി തോന്നിയ ആ ഒരു ഡിംബറും, അതുപോലെ കഴിഞ്ഞ റിവ്യൂവിൽ ആ പാർട്ടി ഉണ്ടായാലും പാർട്ടീനെ അവിടെ ആ ഒരു പൊസിഷനിൽ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പാളിച്ച വന്നത്. ഈ ഒരു മത്സരത്തിലേക്ക് സെയിം പൊസിഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഡിഫൻസ് റോളിൽ തന്നെയാണ്, DMO പൊസിഷനിൽ തന്നെയാണ് പാർട്ടിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിംബർ അതുപോലെ ഡിക്ലൈൻ റൈസ് എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് പറയാൻ ഈ ഒരു 2 പ്ലേയേഴ്സിനെ മാത്രമേ എനിക്ക് മെൻഷൻ ചെയ്ത് പറയാൻ വേണ്ടിയുള്ളൂ. ബാക്കി മാർട്ടിനലി എന്തിനോ വേണ്ടിയിട്ട് ബോൾ കൺട്രോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഒരു മത്സരത്തിൽ എനിക്ക് മാർട്ടിനലിയിൽ നിന്ന് കാണാൻ വേണ്ടി സാധിച്ചില്ല. വെറുതെ അങ്ങോട്ട് ഓടുക ഇങ്ങോട്ട് ഓടുക, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ ഒരു മത്സരത്തിൽ മാർട്ടിനലി എന്നല്ല ഒരു പ്ലേയേഴ്സിനും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. ന്യൂ കാസൽ യുണൈറ്റഡ് ഈ ഒരു റേഞ്ച് പെർഫോമൻസ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു ന്യൂ കാസലിൻ്റെ ഈ ഒരു മത്സരത്തിലെ ആ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ എടുത്തു പറയാനുള്ള ഇസാക്ക് ന്യൂ കാസലിന് കിട്ടിയ ഏറ്റവും ഒരു ലക്കായിട്ടുള്ള അതിന് ചെറിയൊരു എമൗണ്ടിലാണ്. എനിക്കൊന്ന് റിയൽ സോഴ്സ് കാർഡോ റിയൽ ബെറ്റീസോ ഒന്നും കറക്റ്റ് അറിയില്ല. എനിക്ക് റിയൽ സോഴ്സ് കാർഡ് എന്ന ചെറിയ ട്രാൻസ്ഫർ ഫീ എന്നാണ് ഇസാക്ക് എന്നുള്ള ഒരു പ്ലെയർ ന്യൂ കാസലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളി വന്നതിന് ശേഷം ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ഈ ഒരു ന്യൂ കാസലിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പേ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ആർസണൽ പഠിക്കൽ കൊണ്ടുപോയി കല മുടക്കുമെന്നുള്ളത്. അത് തന്നെയാണ് സംഭവിച്ചു. ഇപ്പോൾ ആർസണൽ ഫാൻസിന് വേണമെങ്കിൽ പറയാം, ഒരുപാട് ഇഞ്ചുറീസും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഡൗൺ ആയതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പ്രീമിയർ ലീഗ് പോലത്തെ ഒരു ക്ലബിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇഞ്ചുറീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ, 99% കൺഫേം ആണ്. ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒറ്റ പ്ലെയറെ ഒറ്റ പ്ലെയറെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കരുത്. അല്ല, ഒരു പ്ലെയർ എന്നല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ സിറ്റിൻ്റെ അവസ്ഥ കാണില്ല, റോഡറി പോയതിന് ശേഷം സിറ്റിൻ്റെ അവസ്ഥ കാണുന്നില്ല. പക്ഷെ അത്രയും ദയനീയ അവസ്ഥയിലേക്ക് ആർസണൽ വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു പെർഫോമൻസ് വളരെ ഡൗൺ ആയിരുന്നു. വോയിസ് ഇത്രയൊക്കെയാണ് എനിക്ക് ആർസണലിനെ കുറിച്ച് പറയാനുള്ളത്. 2 കളി വിൻ ചെയ്യും, 3ാമത്തെ കളി ഇതന്നെയാണ് ഇവർ കണ്ടിന്യൂ ചെയ്ത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഈ കോച്ച് തന്നെ അത് മൊത്തത്തിൽ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. കാരണം ഈ ഒരു മെൻറ്റാലിറ്റി എന്താ പറയുക, എനിക്ക് ആർസണലിൻ്റെ മാച്ചസ് വാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ആദ്യം ആ ഒരു ഫ്ലോയിലങ്ങ് പോവുക. അത് ചില മത്സരത്തിൽ സക്സസ് ആവും, ചില മത്സരത്തിൽ ഡൗൺ ആവും. അതാണ് അവരെ ഒരു ടാക്ടിക്സ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു മാച്ചിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.